ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് 11th മാർച്ചായി. ഇന്ന് നിങ്ങൾ മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും, ഷാർപ്പ് റിക്കവറി ചെയ്തത്. യു എസ് മാർക്കറ്റിൽ ട്രംപിൻ്റെ ടാരിഫ് പോളിസിയും ഇങ്ങനെയുള്ള ഈ ട്രേഡ് വാർസുള്ളതുകൊണ്ട് യു എസ് സ്റ്റോക്കിലെല്ലാം ഹെവി സെല്ലിങ്ങാണ് വന്നത്. ആൻഡ് പിന്നെ യു എസിൽ ഇവർ പറയുന്ന അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബിസിനസ് പ്രോസ്പെറിറ്റി ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം എസ്പെഷ്യലി ഇവരെ ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സൊക്കെ വരുന്ന അധികവും ചൈന, മെക്സിക്കോ, കാനഡ എന്നാണ്. ഇതിൻ്റെ മുകളിൽ ഇത്ര അധികം ഹ്യൂജ് ടാരിഫ് വരുന്ന സമയത്ത് യു എസ് പീപ്പിൾ ഹാസ് ടു സ്പെൻഡ് മോർ മണി. അതിൻ്റെ കാർ വാങ്ങിക്കാനും ഇങ്ങനെയുള്ളതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് മാർക്കറ്റ് ഈസ് നോട്ട് ബുള്ളിഷ് അബൌട്ട് യു എസ് എക്കണോമി. അതാണ് യു എസ് മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വരുന്നത്. പക്ഷേ നമ്മളെ മാർക്കറ്റിൽ അത് അത്ര എഫക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യു എസ് മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് എഫക്റ്റ് ചെയ്യുക, എസ്പെഷ്യലി ഐ ടി സ്റ്റോക്സ് കുറച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബാങ്ക്സ് ഇന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ, ഈ HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ദേ ആർ ഓൾ പെർഫോമിങ് വെരി വെൽ. കാരണം ഇന്ന് രാവിലെ തന്നെ ഒരു ഷാർപ്പ് റിക്കവറി 1670 സ്ട്രേറ്റ് വേ അത് 1695 ഫ്യൂച്ചർ പ്രൈസ് പോയി. അത് തന്നെ വലിയൊരു ഷാർപ്പ് റിക്കവറിയാണ് ഏത് HDFC ബാങ്കൊക്കെ കാണിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അവർ ബാങ്കിങ് നമുക്ക് ഈ യു എസ് മാർക്കറ്റായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത, എക്സ്പെഷ്യലി ഫാർമ അല്ലെങ്കിൽ IT പറയാമെന്ന് വെച്ചാൽ അത് യു എസ് മാർക്കറ്റിലാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ HDFC ബാങ്കും ICICI ബാങ്കും സ്റ്റേറ്റ് ബാങ്കൊക്കെ നമ്മുടെ പോലത്തെ സാധാരണക്കാർ ബാങ്കിങ് ചെയ്യുന്നൊരു ബാങ്ക്സാണ്. സോ ഐ തിങ്ക് ഈ നിങ്ങൾ ബാങ്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കമ്പനി എനിക്ക് പറയാനില്ല, ഇൻഡിജീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇൻഡിജീൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 543 റുപ്യാണ്. ഇത് എന്ന് വെച്ചാൽ ഈ പ്രൊവൈഡ് സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് അനാലിസിസ് ടെക്നോളജി ആൻഡ് കമേഴ്സ്യൽ മെഡിക്കൽ റെഗുലേറ്ററി സേഫ്റ്റി സർവീസ് ടു ലൈഫ് സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ കമ്പനീൻ്റെ ഒരു വലിയൊരു ഫൈനാൻഷ്യൽസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ NS രാഘവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. NS രാഘവൻ എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അയാൾ ഇൻഫോസിസിൻ്റെ ഒരു സ്ഥാപകരിൽ ഒരാളാണ് NS രാഘവൻ. അയാൾക്ക് ഏകദേശം ഒരു എന്താ പറയുക, അയാൾ ആസ്തി തന്നെ 500 $1 മില്യൺ മുകളിലുള്ള ആളാണ്. അതുപോലെ തന്നെ പിന്നെ കാർലലി ഗ്രൂപ്പ്സ് ഇതിൻ്റെ അകത്ത് വളരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കമ്പനീൻ്റെ നമ്പേഴ്സിൽ നോക്കുന്ന സമയത്ത് നല്ല നമ്പേഴ്സാണ് എനിക്ക് കാണുന്നത്. സോ എസ്പെഷ്യലി അതിൻ്റെ ഇബിറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ് ഈസ് 506 കോടി ഇബിറ്റ് കാണിക്കുന്നുണ്ട്. സോ ഇൻഡിജീൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ആക്ച്വലി ഹൈ പോയത് ഏകദേശം 750 റുപ്യ പോയിരുന്നു. സോ നൗ ഇറ്റ് ഈസ് ഇത് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 500 റുപ്യെന്ന് അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സോ ഇൻഡിജൻ യു ക്യാൻ ലുക്ക് ഇൻ ടു ദി സ്റ്റോക്ക്. ദിസ് പ്രൊമോട്ടേഴ്സ് ഞാൻ കാണുന്നത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് അതിൻ്റെ വലിയ കാണുന്നത്. എസ്പെഷ്യലി രാഘവനും കാർലലി ഗ്രൂപ്പൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ ടീമാണ് മാർക്കറ്റിൽ. So thank you very much. Have a nice day. Please do subscribe my channel so that you will get my